നമസ്കാരം. പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ആന എഴുന്നള്ളിപ്പിൽ വീണ്ടും വനംവകുപ്പിന്റെ ഉത്തരവ്. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകളെ പരിശോധിക്കാൻ വൻ സംഘം എത്തുന്നു. വനംവകുപ്പിന്റെ 8 RRT സംഘം, വയനാട് എലിഫന്റ് സ്ക്വാഡ്, 5 ജില്ലകളിൽ നിന്നുള്ള വനംവകുപ്പ് വെറ്റിനറി സർജൻമാർ തുടങ്ങിയവർ സംഘത്തിലുണ്ടാകും. ആന ഇടഞ്ഞാൽ നിയന്ത്രിക്കാനായി കൺട്രോൾ റൂം ആരംഭിക്കും. സൂരജ് സജി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായി. സൂരജ്, ഇന്നലെ സുരക്ഷിത അകലം 6 മീറ്ററാക്കി കുറച്ചുകൊണ്ടുള്ള സർക്കുലർ ഇറക്കി. അത് ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ആ ഘട്ടത്തിൽ പരിശോധനയെ സംബന്ധിച്ച ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളിൽ കോടതിയിലെ സംശയം ഉന്നയിച്ചിരുന്നല്ലോ. ഈ സാഹചര്യത്തിലാണോ ഇത്ര വിപുലമായ ഒരു സംഘത്തെ വനംവകുപ്പ് നിയോഗിക്കുന്നത്? ഗൂഗിളി, ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോഴത്തെ നടപടി എന്നുള്ളതാണ് ഈ വനംവകുപ്പ് ഈ ഉത്തരവിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ വ്യക്തമാക്കുന്നത്. ഈ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കർശന നടപടികളിലേക്ക് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. വനംവകുപ്പിന്റെ തന്നെ 8 RRT സംഘമാണ് ഈ പൂരത്തോടനുബന്ധിച്ച് ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ആനകളുടെ പരിശോധനയ്ക്ക് എത്തുക. അതോടൊപ്പം തന്നെ വയനാട്ടിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡത്തും 5 ജില്ലകളിൽ നിന്നുള്ള വനംവകുപ്പ് വെറ്റിനറി സർജൻമാർ തുടങ്ങിയവരെല്ലാവരും ഈ സംഘത്തിലുണ്ട്. ആന ഇടഞ്ഞു കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രത്യേക കൺട്രോൾ റൂം തുറക്കും. നിലവിൽ ഇത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ദേവസ്വങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ആനയുടെ കാലുകളിൽ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ചെറിയ വ്രണങ്ങൾക്ക് ഉൾപ്പെടെ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ സംഘം എത്തിയ ആനയുടെ ശരീരത്തിൽ മുസ്പാടുകൾ അടക്കം പരിശോധിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ ആനകളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആരോഗ്യ പരിശോധനയ്ക്ക് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ അതിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. സ്വാഭാവികമായും ചെറിയ ഒരു മുറിപ്പാടുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് വലിയ പ്രശ്നമായി കാണിച്ചുകൊണ്ട് ആനകളെ ഈ പൂരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത് ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും. അത് ഈ പൂരം കൊണ്ട് അവസാനിക്കുന്നതല്ല, പകരം 2 മാസത്തേക്കോ 3 മാസത്തേക്കൊക്കെ ഇതുപോലെ ഉത്സവ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൽ ഉൾപ്പെടെ വലിയ വിലക്ക് വരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നൊരു ആശങ്ക ഈ ആന ഉടമകൾ പോലും പങ്കുവെക്കുന്നു എന്നുള്ളതാണ് ദേവസ്വവുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കർശന പരിശോധനകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് നിലവിൽ ദേവസ്വങ്ങൾ പറയുന്നത്. ഉപാധികളോടെ അല്ലെങ്കിൽ സുഗമമായ രീതിയിൽ ഈ പൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ഒരു നടപടിയാണ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് എന്ന് ദേവസ്വങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മറുവശത്ത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഈ ഉത്തരവ് ഇറക്കുമ്പോഴും വനംവകുപ്പ് വിശദീകരിക്കുന്നത്. എന്തായാലും കർശനമായ പരിശോധനകളിലേക്ക് കടക്കുന്നു. ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കുന്നതിന് വേണ്ടി വലിയ സംഘമാണ് ഈ തൃശൂർ പൂരത്തിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് അറിയിക്കുന്നത്. ഗൂഗിൾ, ശരി. തൃശൂർ പൂരത്തിന്റെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ആനകളുടെ പരിശോധനയ്ക്ക് വിപുലമായ വലിയ സംഘത്തെ നിയോഗിക്കുകയാണ് വനംവകുപ്പ്. അതേസമയം ഈ ദേവസ്വം ബോർഡുകൾക്ക്, ദേവസ്വത്തിന് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കർശനമായ പരിശോധന ഉണ്ടാകുമ്പോൾ അത് ആനകളുടെ ഫിറ്റ്നസ്, ആനകളെ എഴുന്നള്ളിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. സൂരജ് സജിയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത് തൃശൂരിൽ നിന്ന്. ഛത്തീസ്ഗഡിൽ കാങ്കറിലുണ്ടായ ഏറ്റുമുട്ടലിൽ 29 മാവോയിസ്റ്റുകളെ സുരക്ഷാ സേന വധിച്ചു. മുതിർന്ന മാവോയിസ്റ്റ് നേതാവ് ശങ്കർ റാവുവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുമെന്ന് പോലീസ് അറിയിച്ചു. ഏറ്റുമുട്ടലിൽ 3 പോലീസുകാർക്കും പരിക്കേറ്റു. കാങ്കർ ജില്ലയിലെ മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ ബിനഗുഡ് വനപ്രദേശത്താണ് ഏറ്റുമുട്ടൽ നടന്നത്. BSFും മാവോയിസ്റ്റ് വിരുദ്ധ സ്ക്വാഡും പോലീസും ചേർന്ന് രാവിലെ മുതൽ തെരച്ചിൽ തുടങ്ങിയിരുന്നു. ഉച്ചയോടെ തെരച്ചിൽ ഉൾവനത്തിലെത്തി. പിന്നാലെ മാവോയിസ്റ്റുകളുമായി ഏറ്റുമുട്ടൽ. മാവോയിസ്റ്റ് കമാൻഡറും മുതിർന്ന മാവോയിസ്റ്റ് നേതാവുമായ ശങ്കർ റാവുവും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സർക്കാർ 25 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മാവോയിസ്റ്റ് നേതാവാണ് ശങ്കർ റാവു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. 2 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. മാവോയിസ്റ്റുകളുടെ വൻ ആയുധശേഖരവും സുരക്ഷാസേന പിടിച്ചെടുത്തു. AK-47 തോക്കുകളും IED ബോംബ് നിർമ്മാണത്തിനുള്ള സാമഗ്രികളും വയർലെസ് സെറ്റുകളുമാണ് പിടിച്ചെടുത്തത്. ബിനഗുഡ് മേഖലയിലെ മാവോയിസ്റ്റ് സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ ഫെബ്രുവരിയിൽ 3 മാവോയിസ്റ്റുകളെയും മാർച്ചിൽ 1 മാവോയിസ്റ്റിനെയും വധിച്ചിരുന്നു. സമീപകാലത്തെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനാണ് ഇന്ന് നടന്നതെന്ന് ബസ്തർ IG വ്യക്തമാക്കി. വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിൽ 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശക്തമായ സുരക്ഷാ വിന്യാസമാണ് മേഖലയിലും സംസ്ഥാനത്തും ഒരുക്കിയിരിക്കുന്നത്. 24 ഡൽഹി. നീക്കങ്ങൾ വേഗത്തിലാക്കി ED. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ നടപടികൾ വേഗത്തിലാക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. CMRL ചീഫ് ജനറൽ മാനേജർ P. സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട രേഖകൾ CMRL EDക്ക് കൈമാറി. ED സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്തയും ഉദ്യോഗസ്ഥരും ഹൈക്കോടതിയെ സമീപിച്ചു.
മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ, സീനിയർ മാനേജർ NC ചന്ദ്രശേഖരൻ, സീനിയർ IT ഓഫീസർ അഞ്ജു റേച്ചൽ കുരുവിള എന്നിവരെയാണ് ED ചോദ്യം ചെയ്തത്. തിങ്കളാഴ്ച രാവിലെ കൊച്ചിയിലെ ED ഓഫീസിലെത്തിയ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 11 മണിയോടെയാണ് മടങ്ങിയത്. ചോദ്യം ചെയ്യലിൽ മാനസികമായി പീഡിപ്പിച്ചെന്ന് കാണിച്ചാണ് CMRL ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയെ സമീപിച്ചത്. നിയമവിരുദ്ധമായി ED തടങ്കലിൽ വെച്ചെന്നും CMRL ഉദ്യോഗസ്ഥർ ആരോപിച്ചു. തടങ്കലിൽ വെച്ചതല്ലെന്നും ചോദ്യം ചെയ്തതാണെന്നും ED മറുപടി നൽകി. ഹർജി വെള്ളിയാഴ്ച വീണ്ടും പരിഗണിക്കും. CMRL ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറിനെയും മുൻ കാഷ്യർ വാസുദേവനെയുമാണ് ED ഇന്ന് ചോദ്യം ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട CMRL MD ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും ED നോട്ടീസ് നൽകി. നോട്ടീസ് ചോദ്യം ചെയ്ത കർത്തയും ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്നും ചോദ്യാവലി അയച്ചു തന്നാൽ മറുപടി നൽകാമെന്നും ശശിധരൻ കർത്ത EDയെ അറിയിച്ചു. 24 കൊച്ചി. മാസപ്പടി വിവാദത്തിൽ മകളെ ചോദ്യം ചെയ്യുമെന്ന ഭയമുണ്ടോ എന്ന ചോദ്യത്തിന് ക്ഷുഭിതനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അതേസമയം ED അയച്ച് കേരള സർക്കാരിനെ അസ്ഥിരപ്പെടുത്താമെന്ന് കരുതേണ്ടെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. പേടിപ്പിച്ചാൽ ഇളകിപ്പോകുന്നവരല്ല കേരളത്തിലെ LDF എന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു. അതിനിടെ മാസപ്പടി കേസിൽ മറുപടി പറയാതെയാണ് പ്രധാനമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ വിമർശനമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ K സുരേന്ദ്രൻ പ്രതികരിച്ചു. അങ്ങനെയാണെങ്കിൽ മകളിലേക്ക് ഈ അന്വേഷണം എത്തും അല്ലെങ്കിൽ നോട്ടീസൊക്കെ കൊടുക്കും ചോദ്യം ചെയ്യുമെന്നൊരു തോന്നലുണ്ടോ? നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചിരിക്കുന്നത്, ഞാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം നിങ്ങളോട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്ക്. ബാക്കി നമുക്ക് പിന്നീട് പറയാം. ED ഒന്ന് നോക്കിയാൽ പേടിക്കുന്നവരായി കോൺഗ്രസ്സുമാർ മടിയിൽ കനമുള്ളവരാണ് അവർ. എന്നാൽ കേരളത്തിലെ LDF സർക്കാരിനെ അങ്ങ് അസ്ഥിരപ്പെടുത്തി കളയാൻ വേണ്ടി പ്രധാനമന്ത്രിയും കൂട്ടരും ED ഇറക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ LDF സർക്കാരിനെ അങ്ങ് ഭയപ്പെടുത്തി കളയാൻ വേണ്ടി പഴിച്ചു വിട്ടിരിക്കുക. ആ ഭീഷണി നടത്തുന്ന നരേന്ദ്രമോദിയും കൂട്ടരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പേടിപ്പിച്ചാൽ അങ്ങ് ഇളകിപ്പോകുന്നവരല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഇടതുപക്ഷ സർക്കാരും എന്നുള്ളതാണ്. കൊള്ളേണ്ടടുത്ത് കൊണ്ടുവന്നാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്നും ബോധ്യമാവുന്നത്. അതിനൊന്നും മറുപടി പറയാതെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ BJPക്കെതിരെ തിരിഞ്ഞിരിക്കുക. ദിലീപിന് വീണ്ടും തിരിച്ചടി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് വീണ്ടും കോടതിയിൽ തിരിച്ചടി. ജില്ലാ ജഡ്ജി തയ്യാറാക്കിയ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ഹർജി ഹൈക്കോടതി തള്ളി. ഉത്തരവിൽ ഇടപെടാൻ കാരണങ്ങളില്ലെന്ന് വിലയിരുത്തിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷിമൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്തായിരുന്നു ദിലീപിന്റെ അപ്പീൽ. തീർപ്പാക്കിയ ഹർജിയിൽ പുതിയ ആവശ്യങ്ങൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി വിധിയുടെ ലംഘനമാണെന്ന് ദിലീപ് കോടതിയിൽ വാദിച്ചു. അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവിൽ സിംഗിൾ ബെഞ്ച് തന്റെ എതിർപ്പ് രേഖപ്പെടുത്തിയില്ലെന്നും ദിലീപ് കോടതിയിൽ പറഞ്ഞിരുന്നു. എന്നാൽ മൗലികാവകാശം ലംഘിക്കപ്പെട്ടതിനാലാണ് ഹൈക്കോടതിയെ സമീപിച്ചതെന്നും മൊഴി നൽകേണ്ടതില്ലെന്ന് പറയാൻ പ്രതിക്ക് അവകാശമില്ലെന്നും അതിജീവിത കോടതിയിൽ മറുപടി നൽകി. വസ്തുതാന്വേഷണ റിപ്പോർട്ടിലെ മൊഴികൾ അറിയാൻ ഹർജിക്കാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ടെന്നും അതിജീവിത വ്യക്തമാക്കി. പിന്നാലെ കേസിൽ വിശദവാദം കേട്ട കോടതി ദിലീപിന്റെ ഹർജി തള്ളി. ജസ്റ്റിസുമാരായ N നഗരേഷ്, PM മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് അപ്പീൽ പരിഗണിച്ചത്. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. അവസാന ലാപ്പിൽ പ്രചാരണം കൊഴുക്കുന്നു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുന്നതിനിടെ പരാതി പോരും. വടകരയിലും ആറ്റിങ്ങലിലും തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചു. ഷാഫി പറമ്പലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണം UDF അറിവോടെയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. BJP പ്രകടന പത്രികയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രി നടത്തിയത്. നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് മുന്നിൽ വെക്കാൻ BJPക്ക് ധൈര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ BJPക്ക് ധൈര്യമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദീപിക മുഖപത്രത്തിൽ ഇന്നും വിമർശനമുയർന്നു. ഇലക്ട്രൽ ബോണ്ടിന്റെ ഇരുണ്ട മൂലയിൽ ഇരുന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി അഴിമതിക്കെതിരെ സംസാരിക്കുന്നതെന്ന് മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുന്നു.
അതേസമയം മുഖ്യമന്ത്രിക്ക് സർക്കാർ നേട്ടങ്ങൾ പറഞ്ഞ് വോട്ട് ചോദിക്കാൻ കഴിയാത്ത സ്ഥിതിയാണെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പരിഹാസം. സർക്കാരിന്റെ നേട്ടങ്ങളെ പറ്റി മിണ്ടുന്നില്ല. മൈക്ക് പോലും മുഖ്യമന്ത്രിയോട് പ്രതിഷേധിക്കുക. ചിലപ്പോൾ അദ്ദേഹം തന്നെ മൈക്ക് ഒടിച്ചിടും. അത് കണ്ട് ഘടകകക്ഷി നേതാക്കന്മാർ ചെന്ന് മൈക്ക് നന്നാക്കും. ജോസ് കെ മാണിക്കുള്ള ഏക ജോലി ഇപ്പം അതാണ്. വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ LDF സ്ഥാനാർത്ഥി KK ശൈലജ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നവമാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചാണ് പരാതി. വടകര കള്ളവോട്ട് ആരോപണത്തിൽ ഷാഫി പറമ്പിലിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. KK ശൈലജയ്ക്കെതിരെ അശ്ലീലം പ്രചരിപ്പിച്ച് സൈബർ ആക്രമണം നടത്താനുള്ള UDF ശ്രമം കേരളത്തിൽ വിലപ്പോവില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇത് UDF നേതൃത്വമോ സ്ഥാനാർത്ഥിയോ അറിയാതെ നടക്കുന്ന ഒന്നല്ലെന്ന് വളരെ വ്യക്തമാണ്. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡിയകളിൽ നിന്നാണ് UDF പ്രവർത്തകർ ഈ പ്രചരണം നടത്തുന്നത്. രാജ്യത്ത് BJP തരംഗമോ മോദി തരംഗമോ ഇല്ലെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. അതിനിടെ BJPയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താൻ വലിയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് പറഞ്ഞു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ച വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ 2ാം ദിനം. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പര്യടനത്തിന് മറുപടി നൽകാൻ ഇടതുമുന്നണി ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. INL-ന്റെ പച്ചക്കൊടി വീശിയാണ് CPIM നേതാവ് ബൃന്ദ കാരാട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തത്. 2ാം ദിനത്തിൽ തിരുവമ്പാടിയിൽ നിന്ന് ആരംഭിച്ച രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏറനാട്, നിലമ്പൂർ മണ്ഡലങ്ങൾ പിന്നിട്ട് വണ്ടൂരിൽ സമാപിച്ചു. വിവിധയിടങ്ങളിൽ ആയിരങ്ങളാണ് റോഡ് ഷോയുടെ ഭാഗമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും BJPക്കുമെതിരെ രൂക്ഷ വിമർശനം. And the BJP, RSS and the Prime Minister are attacking the Constitution, attacking the value system, attacking the entire idea of India. He doesn't really have an understanding of what India is. ഇടതുപക്ഷത്തോട് ആശയപരമായ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവർ കുടുംബാംഗങ്ങളെന്ന് രാഹുൽ ഗാന്ധി. To my brothers and sisters in the LDF, I disagree with you on ideology and I'm happy to have a discussion on ideology with you. But I want to tell you that you're from Wayanad and that means even if I disagree with you, you are like my family. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്ക് മറുപടി നൽകാൻ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റയിൽ ജനമഹാസാഗരം റോഡ് ഷോ സംഘടിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ കൊടികൾ ഉപേക്ഷിച്ചത് വിവാദമായിരിക്കെ INL-ന്റെ പച്ചക്കൊടി വീശിയാണ് CPIM PB അംഗം ബൃന്ദ കാരാട്ട് റോഡ് ഷോയിൽ പങ്കെടുത്തത്. This is the flag of the INL. അമേഠിയും റായ്ബറേലിയും ഉപേക്ഷിച്ച് രാഹുൽ എന്തിനാണ് വയനാട്ടിൽ വന്ന ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതെന്നും ബൃന്ദ കാരാട്ട് ചോദിച്ചു. What about Amethi and Raebareli? Are the Congress leaders going to desert Amethi and Raebareli? CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇടത് സ്ഥാനാർത്ഥി ആനി രാജയ്ക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. വയനാട് ബ്യൂറോയ്ക്കൊപ്പം 24 മലപ്പുറം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ഉത്തർപ്രദേശ്, തമിഴ്നാട്, ബംഗാൾ അടക്കം 17 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ആദ്യഘട്ടത്തിലെ വോട്ടെടുപ്പ്. 102 ലോക്സഭാ മണ്ഡലങ്ങളാണ് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ 134 പേർ വനിതാ സ്ഥാനാർത്ഥികളാണ്. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, കിരൺ റിജിജു എന്നിവരും കാർത്തി ചിദംബരം, കനിമൊഴി, ചിരാഗ് പാസ്വാൻ, നകുൽനാഥ് എന്നീ പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടും. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ സീറ്റുകളും ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഉൾപ്പെടുന്നു. മണ്ഡല പുനഃക്രമീകരണങ്ങളുടെ പേരിൽ തമിഴ്നാടിനെ ദുർബലപ്പെടുത്താൻ BJP സർക്കാർ ശ്രമിക്കുകയാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ആരോപിച്ചു. കേന്ദ്ര നീക്കത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും MK സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. ആദ്യഘട്ട വോട്ടെടുപ്പ് പടിവാതിക്കൽ എത്തിയിട്ടും മഹാരാഷ്ട്രയിലെ കോൺഗ്രസിൽ തർക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച് പ്രാദേശിക നേതൃത്വം നിസ്സഹകരണം തുടരുകയാണ്. രമേശ് ചെന്നിത്തലയും PCC അധ്യക്ഷനും നടത്തിയ അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. ഇതിനിടെ വിവാദ പ്രസംഗത്തിൽ കർണാടക മുൻ മുഖ്യമന്ത്രിയും JDS നേതാവുമായ HD കുമാരസ്വാമിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. കോൺഗ്രസിന്റെ ക്ഷേമ പദ്ധതികൾ സ്ത്രീകളെ വഴിതെറ്റിച്ചെന്നായിരുന്നു വിവാദ പരാമർശം. മാണ്ഡ്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയായിരുന്നു പ്രസംഗം. വനിതാ കമ്മീഷൻ കുമാരസ്വാമിക്ക് നോട്ടീസ് അയച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ചെന്നൈ.
തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ താക്കീത്. 24-ന്റെ മീറ്റ് ദി കാൻഡിഡേറ്റ് എന്ന അഭിമുഖ പരിപാടിയിൽ ഡോക്ടർ ശശി തരൂർ നടത്തിയ പരാമർശങ്ങളിലാണ് നടപടി. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കുന്നുവെന്ന NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരായ പരാമർശം തെളിയിക്കാൻ തരൂരിന് കഴിഞ്ഞില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. അതേസമയം 24-നെതിരായ പരാതിക്കാരുടെ ആരോപണങ്ങൾ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ഡോക്ടർ ശശി തരൂരിന്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുക മാത്രമാണ് ചാനൽ ചെയ്തതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. മദ്യപിച്ച് ജോലിക്കെത്തിയ ജീവനക്കാർക്കെതിരെ കർശന നടപടിയുമായി KSRTC. 100 ജീവനക്കാർക്കെതിരെയാണ് അച്ചടക്ക നടപടി. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 26 താൽക്കാലിക ജീവനക്കാരെ സർവീസിൽ നിന്ന് പുറത്താക്കി. ജോലിക്കിടെ മദ്യപിക്കുന്നവരെ കണ്ടെത്താൻ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധന നടത്തണമെന്ന് നേരത്തെ KSRTC CMDയുടെ ഉത്തരവുണ്ടായിരുന്നു. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ KSRTC വിജിലൻസ് വിഭാഗം പരിശോധന ശക്തമാക്കിയിരുന്നു. ഏപ്രിൽ 1 മുതൽ 15 വരെ നടത്തിയ പരിശോധനയിലാണ് 100 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തത്. നടപടി നേരിട്ടവരിൽ സ്റ്റേഷൻ മാസ്റ്റർ മുതൽ മെക്കാനിക് വരെയുണ്ട്. 74 സ്ഥിരം ജീവനക്കാരെയാണ് സസ്പെൻഡ് ചെയ്തത്. സ്വിഫ്റ്റിലെ താത്കാലിക ജീവനക്കാരടക്കം 26 പേരെ സർവീസിൽ നിന്ന് പുറത്താക്കി. വിജിലൻസ് വിഭാഗം നടത്തുന്ന പ്രത്യേക പരിശോധന വരും ദിവസങ്ങളിലും തുടരും. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെയും KSRTC CMDയുടെയും പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടക്കുന്നത്. 24 തിരുവനന്തപുരം. സിവിൽ സർവീസസ് പരീക്ഷയിൽ നേട്ടം കൊയ്ത മലയാളികൾ. എറണാകുളം സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറിന് 4ാം റാങ്ക്. വീട്ടുകാർ അറിയാതെയാണ് സിദ്ധാർത്ഥ് പരീക്ഷ എഴുതിയതെന്ന് കുടുംബം 24നോട് പറഞ്ഞു. ആശിഷ് കുമാർ 8ാം റാങ്കും വിഷ്ണു ശശികുമാർ 31ാം റാങ്കും നേടി. ലക്നോ സ്വദേശി ആദിത്യ ശ്രീവാസ്തവയ്ക്കാണ് 1ാം റാങ്ക്. സിവിൽ സർവീസസ് പരീക്ഷാഫലത്തിന്റെ ആദ്യ 100-ൽ ഇത്തവണ 10-ലധികം മലയാളികൾ ഇടം പിടിച്ചു. എറണാകുളം പള്ളിമുക്ക് സ്വദേശി PK സിദ്ധാർത്ഥ് രാംകുമാറാണ് ഇത്തവണത്തെ താരം. കഴിഞ്ഞ തവണ 121 റാങ്ക് നേടി IPS കരസ്ഥമാക്കിയ സിദ്ധാർത്ഥ് ഇത്തവണ ലക്ഷ്യം വെച്ചത് സിവിൽ സർവീസസ് തന്നെ. വലിയ സന്തോഷമെന്ന് കുടുംബം. സിദ്ധാർത്ഥ ആക്ച്വലി ഇപ്രാവശ്യം എഴുതിയായിരുന്നെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. സിദ്ധാർത്ഥ മിനിസ്ട്രി ഓഫ് ടെലികോം ആൻഡ് പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് 22-ൽ IPS കിട്ടി. 23-ൽ റാങ്ക് ഇംപ്രൂവ് ചെയ്തു. പക്ഷെ റാങ്ക് ഇംപ്രൂവ് ചെയ്തെങ്കിലും അയാളുടെ ഇനിഷ്യൽ കേഡർ അലോട്ട്മെന്റ് വെസ്റ്റ് ബംഗാൾ കേഡർ ആയിരുന്നു. വെസ്റ്റ് ബംഗാൾ IPS കേഡർ അലോട്ട്മെന്റ് ദാറ്റ് റിമെയിൻ ഫൈനൽ. 24-ൽ ഇപ്രാവശ്യം ബിക്കോസ് ഹി ഗോട്ട് എ ബെറ്റർ റാങ്ക് ഐ തിങ്ക് ഹി വിൽ ബി ഏബിൾ ടു മൂവ് ഇൻടു IAS. 71ാം റാങ്ക് നേടിയ തിരുവനന്തപുരം സ്വദേശി ഫാബി റഷീദും 24മായി അനുഭവങ്ങൾ പങ്കുവച്ചു. ആദ്യത്തെ 100-നുള്ളിൽ വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷയില്ല. ബിക്കോസ് UPSC എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു 100-നുള്ളിൽ വരണം. വിഷ്ണു ശശികുമാർ 31ാം റാങ്കും അർച്ചന PP 40ാം റാങ്കും രമ്യ R 45ാം റാങ്കും കരസ്ഥമാക്കി. ബെഞ്ചോ P ജോസ് 59, കസ്തൂരി ഷാ 68, പ്രശാന്ത് S 78, ആനി ജോർജ് 93 എന്നിവരും ആദ്യ 100 റാങ്കിൽ ഇടം പിടിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. സന്തോഷത്തിനേക്കാളും കൂടുതൽ റിലീഫാണ്. കാരണം നമ്മൾ ഇത്രയും പ്രിപ്പയർ ചെയ്തതിനൊരു ഒരു ഫലം കിട്ടി എന്നുള്ളത് സന്തോഷമുള്ള ഭയങ്കര റിലീഫുണ്ട്. കൂടെ ഞാൻ ഫോർച്യൂണിൽ സെപ്റ്റംബർ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ അവിടുത്തെ പ്രിലിംസ് ടെസ്റ്റ് സീരീസൊക്കെ ഫോളോ ചെയ്തിട്ട് ആണ് പ്രിലിംസ് എഴുതിയിട്ടുള്ളത്. പിന്നെ മെയിൻസ് ടെസ്റ്റ് സീരീസിനും ഇന്റർവ്യൂ പ്രിപ്പറേഷനും ഒക്കെ അവിടെ അസോസിയേറ്റഡ് ആയിരുന്നു. തിരുവനന്തപുരം ഫോർച്യൂൺ അക്കാഡമിയിൽ നിന്ന് 25 പേരാണ് സിവിൽ സർവീസസ് റാങ്കിൽ ഇടം നേടിയത്. 24 കൊച്ചി. സുഗന്ധഗിരി മരം മുറിക്കലിൽ വയനാട് DFO ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതര കണ്ടെത്തൽ. ഉദ്യോഗസ്ഥർ വനം കൊള്ളയ്ക്ക് ഒത്താശ ചെയ്തെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. മേൽനോട്ട ചുമതലകളിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ മരമുറിക്കാരിൽ നിന്ന് പണം വാങ്ങി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. വയനാട്ടിലെ വനം കൊള്ളയിൽ ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വനം വിജിലൻസ് മേധാവിയുടെ റിപ്പോർട്ട്. PCCF ഡോക്ടർ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളാണ്. ജീവന് ഭീഷണിയാകുന്ന 20 മരം മുറിക്കാൻ പെർമിറ്റ് നൽകിയതിന്റെ മറവിൽ 216 വൻമരങ്ങൾ മുറിച്ചു കടത്തി. അതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു. ഉദ്യോഗസ്ഥർ മരം മുറിക്കാരിൽ നിന്നും പണം പറ്റിയെന്നും ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ സഹായിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട്. DFO A ഷജനയ്ക്കും റേഞ്ച് ഓഫീസർ നീതുവിനുമെതിരെ റിപ്പോർട്ടിൽ നടപടിക്ക് ശുപാർശ ചെയ്യുന്നു. ഫ്ലൈയിങ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 30ഓളം വനം ഉദ്യോഗസ്ഥർ 24 മണിക്കൂറും നിരീക്ഷണം നടത്തുന്ന സ്ഥലത്ത് വൻ മരമുറി നടന്നുവെന്നത് ഏറെ ഗുരുതരമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ 24നോട് പറഞ്ഞു. 18 പേരുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. നിയമാനുസൃതമായി എന്തെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് കർശനമായി തന്നെ ആ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാനാണ് വിജിലൻസ് മേധാവിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം.
സുഗന്ധഗിരി വനം കൊള്ളയിൽ വനം വിജിലൻസ് മേധാവിയുടെ നേതൃത്വത്തിൽ വടക്കൻ ജില്ലയിലെ ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന് മന്ത്രി നേരിട്ടാണ് നേരത്തെ നിർദ്ദേശം നൽകിയത്. നമ്മുടെ നാടിന്റെ പച്ചപ്പില്ലാതാക്കാൻ, വനം കൊള്ളയടിക്കാൻ വനം വകുപ്പിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വനം മാഫിയക്കൊപ്പമുണ്ട് എന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ് വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിർണായകമായുമുള്ളത്. ഒപ്പം വയനാട്ടിലെ DFO മുതൽ ഫോറസ്റ്റ് വാച്ചർ വരെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം എങ്ങനെയാണ് ഇത്തരം വനം കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നത് എന്നും. ഏതായാലും ഇനി കർശനമായ നടപടിയാണ് വേണ്ടത്. ഈ നാടിന്റെ പച്ചപ്പ് സംരക്ഷിക്കാനുള്ള നടപടി. ക്യാമറാമാൻ പ്രജ്വൽ സുരേഷിനൊപ്പം ദീപക് ധർമ്മടം, 24. ഗൾഫ് രാജ്യങ്ങളിൽ കനത്ത മഴ. ഒമാനിൽ മഴയിൽ 10 കുട്ടികൾ ഉൾപ്പെടെ മരിച്ചവരുടെ എണ്ണം 18ആയി. UAE വിവിധയിടങ്ങളിൽ വെള്ളത്തിനടിയിലായി. നാളെ വൈകിട്ട് വരെ ഇവിടെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ ബാധിച്ചു. ബഹ്റൈനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറി. ഗൾഫ് നാടുകളിലെങ്ങും അതിശക്തമായ മഴയാണ് അനുഭവപ്പെടുന്നത്. UAE 7 എമിറേറ്റുകളിലും ഇന്നലെ മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ്. പലയിടത്തും റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം നിറഞ്ഞ് ഗതാഗതം താറുമാറായി. പലയിടങ്ങളിലും വാഹനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. ദുബായ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനത്തെയും മഴ കാര്യമായി ബാധിച്ചു. ഇന്ന് നടത്തേണ്ടിയിരുന്ന 17 വിമാന സർവീസുകൾ റദ്ദാക്കി. 3 വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വ്യാവസായിക മേഖലകളിലാണ് മഴ കൂടുതൽ ദുരിതം വിതയ്ക്കുന്നത്. ഷാർജയിൽ പല കമ്പനികളുടെയും വെയർഹൌസുകൾ പലതും വെള്ളത്തിനടിയിലായി. അലൈൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ റോഡ് തകർന്നു. സ്കൂളുകളിൽ ഇന്നും നാളെയും പഠനം ഓൺലൈനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാ സർക്കാർ ജീവനക്കാർക്കും വർക്ക് ഫ്രം ഹോം സ്വീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഒമാനിലും അതിശക്തമായ മഴ തുടരുകയാണ്. ഒരു മലയാളി ഉൾപ്പെടെ 18 പേർക്കാണ് ഒമാനിൽ ഇതുവരെ മഴക്കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 10 പേർ കുട്ടികളാണ്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ദോഫാർ, അൽ ബുസ്ത ഒഴികെയുള്ള എല്ലാ ഗവർണറേറ്റുകളിലെയും എല്ലാ സ്കൂളുകൾക്കും നാളെയും അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റിനിലെ വിവിധ മേഖലകളിലും മഴ തുടരുകയാണ്. ബഹ്റിനിൽ മഴയിൽ മലയാളികളുടെ ഉൾപ്പെടെ വ്യാപാര സമുച്ചയങ്ങളിലും മനാമ സെൻട്രൽ മാർക്കറ്റിലും വെള്ളം കയറിയിട്ടുണ്ട്. ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ സ്ട്രീറ്റ് റൗണ്ട് അബൌട്ട്, ബുരി ടണൽ, അൽബത്ത സ്ട്രീറ്റ്, അൽ ഖത്തെ സ്ട്രീറ്റ് ടണൽ, ഷെയ്ഖ് സൽമാൻ സ്ട്രീറ്റ്, ഈസ ടൗൺ ഗേറ്റ് ടണൽ എന്നിവിടങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുകയാണ്. അസ്ഥിര കാലാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബഹ്റിനിലെ സ്കൂളുകളും കോളേജുകളും അടക്കം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെള്ളക്കെട്ട് നീക്കം ചെയ്യാനുള്ള നടപടികൾ പലയിടത്തും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. നാളെ രാവിലെ വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. 24 ദുബായ്. സംസ്ഥാനത്ത് ഉയർന്ന ചൂടിനൊപ്പം വേനൽ മഴയും സജീവമാകാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മലയോര മേഖലകളിൽ ഇന്നും നാളെയും വേനൽ മഴയ്ക്ക് സാധ്യത. അതേസമയം 11 ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരികെ വാർത്തകളിലേക്ക്. മലയാളികളുടെ ആഗോള ശൃംഖലയായ 24 കണക്റ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്ക് തുടക്കം. പ്രമുഖ വ്യവസായി MA യൂസഫ് അലി നിർമ്മിച്ചു നൽകുന്ന 5ൽ 3 വീടുകളുടെ തറക്കല്ലിടിയിൽ ചടങ്ങ് നടന്നു. 24ന്റെ 5ാം വാർഷികത്തോടനുബന്ധിച്ചാണ് നിർധനരായ 5 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനുള്ള പ്രഖ്യാപനമുണ്ടായത്. 24 കണക്റ്റിന്റെ ഈ ഉദ്യമത്തിന് എല്ലാ പിന്തുണയുമായി വ്യവസായി MA യൂസഫ് അലിയും കൈകോർത്തു. 5 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നാണ് വാഗ്ദാനം. ഇതിൽ 3 വീടുകളുടെ നിർമ്മാണത്തിന് തുടക്കമായി. നിർധനർക്ക് കൈത്താങ്ങാവുന്ന 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് വ്യവസായി MA യൂസഫ് അലി. ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങളത് തറക്കല്ലിട്ട് ആ വീടുകൾ അവർക്ക് ഉടൻ തന്നെ പണിത് കൊടുത്ത് അവിടെ താമസിച്ചിട്ട് അവർ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അതിൻ്റെ ഒരു അംശം എനിക്കും എൻ്റെ ഒരു അംശം SKയ്ക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കും അതിലെല്ലാ ജോലിക്കാർക്കും. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാണ് ആദ്യഘട്ടത്തിലെ വീടുകൾ ഒരുങ്ങുന്നത്. ചെങ്ങളം സ്വദേശി അലീന മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിന് വിഷുദിനത്തിൽ തുടക്കമായി. തിരുവാർപ്പ് പഞ്ചായത്ത് അംഗം വിനോദ്, അസറ്റ് ഹോംസ് ചീഫ് ടെക്നിക്കൽ ഓഫീസർ L മഹേഷ്, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ബിനു, ഫ്ലവേഴ്സ് 24 വൈസ് പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒത്തിരി സന്തോഷമുണ്ട്. വർഷങ്ങളായിട്ട് ഒത്തിരി നാളായിട്ട് ഞങ്ങൾ ആ വീട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമായിരുന്നു. വളരെ മോശം സാഹചര്യത്തിൽ ജീവിച്ച് ഇത്രയും മികച്ച രീതിയിൽ അവർക്ക് ജീവിതത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതിൽ വളരെ സന്തോഷം. ഏറ്റവും നല്ല ചലഞ്ച് എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഫ്ലാറ്റ് ചെയ്യുന്ന പോലല്ല. ഞങ്ങളിപ്പോൾ കായംകുളം തൊട്ട് വയനാട് വരെയുള്ള സ്ഥലങ്ങളിലാണ് 24 കണക്റ്റുമായിട്ട് അസോസിയേറ്റ് ആയിട്ട് 5 വീടുകൾ ചെയ്യുന്നത്. അതിൻ്റെ ആയിട്ടുള്ള ചലഞ്ചുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള രസവും ഉണ്ട്. ആലപ്പുഴ കായംകുളം പത്തിയൂർ സ്വദേശി രജിത്ര മോഹനും കുടുംബത്തിനുമുള്ള വീടിന്റെ നിർമ്മാണത്തിനും തുടക്കമായി. ഭയങ്കര സന്തോഷമാണ്.
എന്താണ് എല്ലാവർക്കും വീടെന്ന് പറയുന്നൊരു സ്വപ്നമാണ്. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എനിക്ക് കൈപിടിച്ചുയർത്തിയ ഫ്ലവേഴ്സ് TV, അതുപോലെ തന്നെ യൂസഫ് അലി സാറ്, അസറ്റ് ഹോംസ്, അതുപോലെ തന്നെ SKN സാർ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു അസറ്റായിട്ട് ഞാൻ കാണുന്നത്. നമുക്ക് എല്ലാവരോടും ആലോചിച്ചിട്ട് അതിൻ്റെ ഒരു സഹായ പദ്ധതിയെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളും ഭരണസമിതിയുമായി ആലോചിച്ച് ചെയ്തു കൊടുക്കുന്നതായിരിക്കും. സിനി കനീഷിനും കുടുംബത്തിനും വേണ്ടിയുള്ള വീട് കായംകുളം കരിയിലകുളങ്ങരയിലാണ് ഒരുങ്ങുന്നത്. അതിന് ഒരുപാട് നന്ദി. പറഞ്ഞറിയിക്കാൻ പറ്റാത്തില്ല, അതിലുപരി നന്ദി. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. ഞങ്ങൾ ജീവിതത്തിൽ എന്നും ഒരു വലിയ കടപ്പാട് 24-നും ഫ്ലവേഴ്സിനും യൂസഫ് അലി സാറിനോടും ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്നും കാണും. അന്തി ഉറങ്ങുവാൻ വേണ്ടി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ആ വീടിൻ്റെ തറക്കല്ലിടിയിൽ കർമ്മം നടക്കുന്നത്. വൃക്ക തകരാറിലായിരുന്ന കനീഷിന് ഒരു വൃക്ക ദാനം നൽകിയത് അയൽവാസിയായ തുളസിയാണ്. സിനിക്കും കനീഷിനും വീടൊരുങ്ങുമ്പോൾ തുളസിയായിരുന്നു മുഖ്യാതിഥി. ഒരു 35-ാമത്തെ വയസ്സിൽ തോന്നിയ ഒരു ആഗ്രഹം എനിക്കിത്, ഏതെങ്കിലും ഒരു അവയവം ആർക്കെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷെ അത് ഇത്രയും കൂടിയ ഡയാലിസിസ് ചെയ്ത ഒരു വ്യക്തിക്കായതുകൊണ്ട് സന്തോഷമായിട്ട്. ആദ്യഘട്ടത്തിൽ 5 വീടുകളാണ് നിർമ്മിക്കുന്നത്. ഓണത്തിന് മുമ്പ് അത് പൂർത്തീകരിച്ച് അവർക്ക് താമസിക്കാൻ കഴിയണം എന്നുള്ള താല്പര്യത്തോടുകൂടി ഞങ്ങളിത് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. കൊച്ചിയിലെ അസറ്റ് ഫൗണ്ടേഷനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണം പൂർത്തിയാക്കി വീടുകൾ ഉടൻ കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് അസറ്റ് ഫൗണ്ടേഷൻ ചെയർമാൻ സുനിൽകുമാർ വി പറഞ്ഞു. വളരെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റിയോടുകൂടിയിട്ട് കൃത്യമായിട്ടുള്ള സമയത്തിനുള്ളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ എല്ലാ ലീഗൽ കാര്യങ്ങളും കൃത്യമായി നിർവഹിച്ചുകൊണ്ട് തന്നെ ഈ ചാരിറ്റി കർമ്മത്തിൽ പങ്കാളികളാവാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശൂർ, വയനാട് ജില്ലകളിലെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനം അടുത്ത ദിവസങ്ങളിൽ നടക്കും. ന്യൂസ് ഡെസ്ക് 24. ഇനി പൂരം പൊടിപൂരം. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ, ആരോഗ്യം സൗകര്യം മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജുവലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. വീണ്ടും ഒരു പൂരക്കാലമെത്തി. തൃശൂർ പൂരത്തിന്റെ അനുഭവങ്ങൾ കോർത്തിണക്കി ഒരു ഗാനം ഒരുക്കിയിരിക്കുകയാണ് നാടൻപാട്ട് കലാകാരി പ്രസീത ചാലക്കുടിയും സംഘവും. ഇലഞ്ഞിത്തറ മേളത്തിൽ തുടങ്ങി ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെയുള്ള ആചാരങ്ങളും പൂരം കാണാൻ കൊതിക്കുന്ന സ്ത്രീ മനസ്സുമാണ് പ്രമേയം. പുരുഷന്മാർ കൈയടക്കി വച്ചിരുന്ന പൂരപ്പറമ്പുകൾക്ക് മാറ്റം സംഭവിച്ചു തുടങ്ങിയെങ്കിലും ഇനിയുമേറെ മുന്നോട്ടു പോകാനുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഗാനം. എന്തിട്ട് നീ പറയണത്? നല്ല തിക്കും തിരക്കുണ്ടാവും പൂരത്തിന്. പെൺകുട്ടികൾ വീട്ടിലിരുന്നിട്ട് TV കണ്ടാൽ മതി പൂരമൊക്കെ. ഞങ്ങൾക്കും കാണേണ്ട തൃശൂർ പൂരം എന്ന ചോദ്യമാണ് ഗാനത്തിലുടനീളം. തെക്കോട്ടിറക്കവും കുടമാറ്റവും എന്ന് വേണ്ട, പൂരാവേശവും പാട്ടിലുണ്ട്. അപ്പൊ ഞങ്ങളെ പോലെയുള്ള സ്ത്രീ സമൂഹത്തിന് ഏറ്റവും സ്വതന്ത്രമായിക്കൊണ്ട് പൂരം കാണാനുള്ള വലിയൊരു മോഹം എങ്ങനെയാണോ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, അത് തീർച്ചയായും നമ്മുടെ ആൽബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സന്ദീപ് മുണ്ടൂരിന്റെ വരികൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് സുരേഷ് പാവനിയാണ്. നാസർ മാലി ഓർക്കസ്ട്രേഷൻ, വിനീഷ് വിശ്വനാഥനാണ് ദൃശ്യാവിഷ്കാരം. ഇക്കുറിയും പൂരം കാണാൻ ജനാരവത്തിനൊപ്പം ഉണ്ടാകുമെന്ന് പ്രസീത ചാലക്കുടി. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ ഗർഭിണിക്ക് ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് നവജാത ശിശു മരിച്ച സംഭവത്തിൽ പരാതിയുമായി കുടുംബം. ആരോഗ്യവകുപ്പിൽ നിന്നോ പോലീസിൽ നിന്നോ നീതി ലഭിച്ചില്ല. നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും കുടുംബം 24-നോട് പറഞ്ഞു. 4 മാസമായി വെന്റിലേറ്ററിലായിരുന്ന നവജാത ശിശു ഞായറാഴ്ചയാണ് മരിച്ചത്. നീതി നിഷേധത്തിന്റെയും ചികിത്സാ പിഴവിന്റെയും ഇരകളാണ് കോഴിക്കോട് പുതുപ്പാടി സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികൾ. 6 വർഷം കാത്തിരുന്നുണ്ടായ കുട്ടി കൃത്യമായി ചികിത്സ ലഭിക്കാതെ ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു. 4 മാസം വെന്റിലേറ്ററിലായിരുന്ന കുഞ്ഞ് ഞായറാഴ്ചയാണ് മരിച്ചത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി, DMO, താമരശ്ശേരി പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നീതി ലഭിച്ചില്ലെന്ന് ബിന്ദുവും ഗിരീഷും പറയുന്നു. കുഴപ്പം മാത്രമാണ്. 3 മണിക്കൂർ കുട്ടി സ്റ്റക്കായി. ഇവരൊക്കെ ഇവിടുന്ന് എന്നോട് താമരശ്ശേരിയുള്ള പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞെന്താ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾ ഡിസ്ചാർജ് ആയിട്ട് വരും, ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് നിങ്ങൾ മൊഴി കൊടുക്കാനാ പറഞ്ഞത്. കോടതിയെ സമീപിച്ച് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. കഴിഞ്ഞ ഡിസംബർ 13-നാണ് സംഭവം. പ്രസവവേദനയുമായി ബിന്ദുവിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഗൈനക്കോളജി ഡോക്ടർ ഇല്ലെന്ന പേരിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയച്ചു.
ഇതിനിടെ കുട്ടി പുറത്തേക്ക് വരാതിരിക്കാൻ അടിവസ്ത്രം ഉപയോഗിച്ച് കെട്ടുകയും ചെയ്തു. ഇതുമൂലമാണ് കുട്ടിയുടെ തലയ്ക്ക് ക്ഷതമേറ്റത്. ചികിത്സയിലൂടെ കടക്കണിയിലായ ദമ്പതികൾ വാടക വീട് ഒഴിയേണ്ട അവസ്ഥയാണ്. 24 കോഴിക്കോട്. ഇതോടെ പ്രൈം ടൈം ന്യൂസിന്റെ സമയം പൂർണ്ണമാകുന്നു. നമസ്കാരം.